ഇന്ന് ഞാനിവിടെ ഒരു മാംഗോ റായിത്തയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ നാട്ടിൽ നല്ല മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ നല്ല വെറൈറ്റികളൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇവിടെ ഞാൻ ഒരു കപ്പ് പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1/4 ടീസ്പൂൺ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചുവന്ന മുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇവിടെ മാങ്ങ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി വലുതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/4 ടീസ്പൂൺ കടുക് ഞാൻ ചപ്പാത്തി വരത്തുന്ന കോലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, നല്ല പൊടിയാവേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു വലിയ ബൗളിലേക്ക് തൈര്, ഉപ്പ്, പിന്നെ മുറിച്ച് വെച്ച മാങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അതിനെ മിക്സാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് അത് നമുക്ക് ഈ തൈരിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച കടുകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ റായിത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.